ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷം സാധാരണക്കാർക്ക് സംരക്ഷണം ഒരുക്കിയ പദ്ധതിയെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. പഞ്ചായത്തി രാജ് സംവിധാനത്തെ തകർക്കുന്നതാണ് പുതിയ ബില്ല്. മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ സ്വത്വമാണെന്നും പ്രിയങ്ക പറഞ്ഞു. ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് കെ.സി. വേണുഗോപാലും ആരോപിച്ചു. തൃണമൂൽ, TMC, RSP ഉൾപ്പെടെയുള്ള പാർട്ടികളും ബില്ലിനെ എതിർത്തു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിനെതിരെ ശശി തരൂരും രംഗത്ത് വന്നു. ये विधेयक वापस लिया जाना चाहिए। इसके बदले में सरकार को एक नया विधेयक पेश करना चाहिए। खत्म करूं। महात्मा गांधी जी मेरे परिवार के नहीं थे, लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर। सर, इस पूरे देश की यही भावना है। Father of nation who led the freedom struggle, Mahatma Gandhi, Honorable Minister Shivraj Chauhan ji, your name will be remembered. The minister who removed the father of the nation's name, your name will be restored. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ എങ്ങനെയാണെന്ന് പാർലമെന്റിൽ എത്തിയത്? ആ പേര് വെട്ടുന്നതിനെതിരെ എത്ര വലിയ പ്രതിഷേധമാണ് അവിടെ പ്രതിപക്ഷം ഉയർത്തിയത്? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സഭയ്ക്കകത്ത് നടക്കുന്നത്? സൈഫുദ്ദീൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭേദഗതി ബില്ലുമായിട്ട് കേന്ദ്ര സർക്കാർ വരുന്നു എന്നുള്ള വാർത്തകൾ തന്നെ വന്നത് മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് എംപിമാരുടെ ഭാഗത്തുനിന്നും മറ്റ് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇടതുപക്ഷ എംപിമാരെല്ലാം പാർലമെന്റ് വളപ്പിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധമായിരുന്നു പാർലമെന്റിൽ നടന്നത്. ഇന്ന് ലോക്സഭയിൽ ഈ ബില്ലുമായിട്ട് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം ഈ ബില്ലിന് അനുമതി തേടിയ ആ സമയം മുതൽക്ക് തന്നെ വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഉയർന്നത്. പ്രത്യേകിച്ച് ബില്ലിനെ എതിർക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് എംപിമാർ നിരത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിനെ വിസ്മരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി RSS അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്നുള്ള എല്ലാ എംപിമാരും ബില്ലിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു അടിച്ചേൽപ്പിക്കലാണ് ഇതിലൂടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്രത്തിന് നീക്കുമെന്നാണ് ശശി തരൂർ MP അടക്കമുള്ളവർ ഈ ബില്ലിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ ഈ ബില്ല് സഭയുടെ മേശപ്പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുകയാണ്. സഭയിൽ നിന്ന് പ്രതിപക്ഷ എംപിമാർ റാലിയായിട്ട് ഇറങ്ങി. ഇപ്പോൾ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലേക്ക് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും ഉയർത്തി വലിയ പ്രതിഷേധ റാലി തന്നെ പാർലമെന്റിനുള്ളിൽ ഇപ്പോഴും നടക്കുകയാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിക്കൊണ്ട് 125 ദിവസത്തേക്ക് തൊഴിൽ ദിനം വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ആഴ്ചയിൽ ഈ ഗുണഭോക്താക്കൾക്ക് ശമ്പളം നൽകുന്നു എന്നുള്ള മേമ്പൊടിക്ക് ചില കാര്യങ്ങൾ വെക്കുന്നെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. പ്രത്യേകിച്ച് ഈ പേര് മാറ്റത്തിലൂടെ RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുള്ള വലിയ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ ആരോപിക്കുന്നത്. പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു.